എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ഇന്ന് തയ്യാറാക്കുന്നത് ഏത്തക്കായ കൊണ്ട് ഒരു ഫ്രൈ ആണ്. ശരിക്കും നമ്മുടെ മീൻ ഫ്രൈ പോലെ തന്നെ ഇരിക്കും കേട്ടോ. ഞാൻ അതിന് വേണ്ടിയിട്ട് 2 ഏത്തക്കായ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് അരിഞ്ഞപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് കറുത്ത് പോവാതിരിക്കാനായിട്ടാണ് കേട്ടോ ഇങ്ങനെ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാ ഈ ഒരു ഘനത്തിലാണ് ഞാൻ അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഷേപ്പ് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് അരിയാം കേട്ടോ. ഞാനിപ്പോൾ ഒന്ന് ചരിച്ചാണ് ഇത് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ തൊണ്ട് മുഴുവനായിട്ട് അങ്ങോട്ട് കളയേണ്ട ആവശ്യമില്ല. നമ്മളൊന്ന് ചീമ്പി കളയുമല്ലോ, അങ്ങനെ കളഞ്ഞെടുത്താൽ മതി. എന്നിട്ട് ഇതാ കുറച്ച് നേരം ഇതൊന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്കിതൊന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ഒരു സ്റ്റൗവിലേക്ക് കുറച്ച് വെള്ളം വെച്ചിട്ട് നമ്മുടെ അരിഞ്ഞെടുത്തിരിക്കുന്ന ഏത്തക്കായ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കുക്കറിലൊന്നും വേവിക്കരുത് കേട്ടോ. ഇതുപോലെ കുറച്ച് വെള്ളം ചേർത്തിട്ട് വേവിച്ചെടുത്താൽ മതി. കുക്കറിലൊക്കെ വേവിച്ച് കഴിഞ്ഞാൽ ഒരുപാട് വെന്തു പോവും. അപ്പോൾ നമ്മുടെ ഫ്രൈ അങ്ങ് കറക്റ്റായിട്ട് കിട്ടില്ല. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഉപ്പിട്ട് കൊടുക്കുക വെച്ചാൽ നന്നായിട്ട് ഈ ഏത്തക്കായയിലേക്ക് ഉപ്പ് പിടിച്ചോളും. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ പുരട്ടണ സമയത്ത് വേണമെങ്കിൽ മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഒരു പകുതി വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുമ്പോഴേക്കും കറക്റ്റ് പാകമായിട്ട് നമുക്ക് ഈ ഏത്തക്കായ കിട്ടും. ഇതിപ്പം കറക്റ്റ് പാകമായിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ വേവിച്ചാലാണ് കേട്ടോ നമുക്കിതിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു പാകം അറിയാൻ പറ്റുള്ളൂ. ഇനി ഇതിവിടെ ഇരുന്നൊന്ന് ആറട്ടെ കേട്ടോ. അപ്പോഴേക്കും നമുക്ക് ഇതിനകത്തേക്കുള്ള മസാലക്കൂട്ട് റെഡിയാക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി എരിവിന് ആവശ്യമായ മുളക് പൊടി. ഞാൻ ഇതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ എരിവനുസരിച്ച് മുളക് പൊടി എടുത്തോളൂ കേട്ടോ. സാധാ മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതെടുത്തിട്ടുണ്ട്. പിന്നെ ചേർത്ത് കൊടുത്തത് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇത്രയാണ് കേട്ടോ ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ഇത് ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെയൊക്കെ ചെറിയൊരു വെള്ളമയം ഉണ്ടാവുമല്ലോ, അതിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. വെള്ളമൊന്നും ചേർക്കണ്ട, അതുപോലെ തന്നെ വെളിച്ചെണ്ണയും ചേർക്കണ്ട. ഇതിനകത്തേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് ഒന്നുകിൽ ചെറുനാരങ്ങ നീര് അല്ലെങ്കിൽ കുറച്ച് വിനീഗർ ഉണ്ടല്ലോ, അതാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പം ഞാൻ വളരെ കുറച്ച് വിനീഗർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾക്കതൊന്ന് കുഴച്ച് കിട്ടണമല്ലോ, അതിന് വേണ്ടിയിട്ട് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഒരുപാട് ചേർക്കരുത്. അപ്പോൾ ആ പുളിരസമൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രൈക്ക് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതിപ്പോൾ നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഏത്തക്കായ ഉണ്ടല്ലോ, അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ കായൊക്കെ കുറച്ച് നേരം അവിടെ ഇരുന്നപ്പം നന്നായിട്ട് ആറി വന്നിട്ടുണ്ട്. ഇനി നമ്മളിതെല്ലാം ഇതിനകത്തേക്കൊന്ന് മിക്സ് ചെയ്ത് ഈ കായയിലേക്ക് നമ്മളുടെ ഈ മസാലക്കൂട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം. അപ്പം ഞാൻ എടുത്തിരിക്കുന്നത് ചെറിയ ഏത്തക്കായാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ളത് വലുതാണെങ്കിൽ കുഴപ്പമില്ല, അത് എടുത്തോളൂ. എനിക്കിഷ്ടം ഈ ചെറിയ പീസായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ചെറിയ ഏത്തക്കായ എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതിനകത്തേക്ക് നന്നായിട്ട് ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. മീനിനൊക്കെ ഇപ്പം നല്ല വിലയായി തുടങ്ങിയിട്ടുണ്ടല്ലേ. പക്ഷേ ഈ മീൻ ഫ്രൈയും അതുപോലെ തന്നെ മീൻ കറിയൊക്കെ കൂട്ടി നിർബന്ധമുള്ള ഒരുപാട് പേരുണ്ടാവും ഊണ് കഴിക്കണമെന്ന്. ചില കുട്ടികൾക്കും ഉണ്ടാവും അതുപോലെ തന്നെ നിർബന്ധമല്ലേ. പക്ഷെ അവരോടൊന്നും മീനിൻ്റെ വില പറഞ്ഞാലൊന്നും മനസ്സിലാവില്ല. അപ്പം നമ്മൾക്കിതാ ഇടയ്ക്ക് ഇതുപോലത്തെയൊക്കെ ഒരു ഫ്രൈ ഒക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്കത് ഇഷ്ടമാവും. കുട്ടികൾക്കൊന്നും അങ്ങനെ മീൻ ആണെന്നൊന്നും അറിയില്ല. മസാലക്കൂട്ടും ഇതിൻ്റെ ഫ്രൈ ഒക്കെ ശരിക്കും നമ്മൾ മീൻ കഴിക്കുന്നത് പോലെ തന്നെ ഫീൽ ചെയ്യും കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇതുപോലെ തയ്യാറാക്കി നോക്കണം, തയ്യാറാക്കാത്തവർ. അപ്പോൾ കുറച്ച് നേരം ഞാനിതൊന്ന് പുരട്ടി വയ്ക്കുന്നുണ്ട്. ഒരു 10-15 മിനിറ്റ് അത്രയും മതി. ഫ്രിഡ്ജിലൊന്നും വയ്ക്കണ്ട കേട്ടോ, പുറത്ത് തന്നെ വെച്ചാൽ മതി. ഒരു 15 മിനിറ്റൊക്കെ കഴിയുമ്പോഴേക്കും നമ്മുടെ മസാലക്കൂട്ട് ഇതിനകത്തേക്ക് നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. ഇനി നമ്മൾക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്തത് വെളിച്ചെണ്ണയാണ്. നിങ്ങൾക്കിനിയും ഏത് ഓയിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഓയിലുണ്ടല്ലോ അത് ചേർത്ത് കൊടുത്തോളൂ. വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്യുമ്പോഴാണ് കുറച്ച് ടേസ്റ്റ് കൂടുതൽ കിട്ടുക. ഇനി ഇതിനകത്തിരുന്ന് നന്നായിട്ട് ചൂടാവണം. ചൂടാവതിന് ശേഷം മാത്രം പുരട്ടി എടുത്ത് വെച്ചിരിക്കുന്ന ഏത്തക്കായ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരുമിച്ച് അങ്ങ് ഇട്ടോളൂ കേട്ടോ. നിരത്തി വെച്ച് ഓരോന്നായിട്ടൊന്നും ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഒരുപാട് വെളിച്ചെണ്ണയും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ, മറക്കല്ലേ. അതുപോലെ തന്നെ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും ആരും മറന്നു പോരുത്. ഇനി ഇതൊരുപാട് സമയമൊന്നും വേണ്ട കേട്ടോ, നമുക്ക് പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും. കാരണം എന്താ വെച്ചാൽ നമ്മളിതൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ടല്ലോ. ഇത് വേവിക്കാണ്ട് നമ്മൾക്ക് ഫ്രൈ ചെയ്യാം കേട്ടോ. 2 രീതിയിലും ഫ്രൈ ചെയ്യാം. പക്ഷേ വേവിച്ചിട്ടോ ഒന്ന് ആവി കയറ്റിയിട്ടോ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമ്മൾക്ക് ഇതാവുകയും ചെയ്യും. പിന്നെ നമ്മൾ ഈ മസാല കൂട്ടുണ്ടല്ലോ അത് നമ്മുടെ ഈ കായിലേക്ക് നന്നായിട്ട് പിടിക്കുകയും ചെയ്യും. പിന്നെ ഇതിൻ്റെ തൊണ്ട്
ഒരുപാടങ്ങ് കളയൊന്നും വേണ്ട. ഇനി വെന്ത് കഴിയുമ്പം ആ മോളിൽ നിന്ന് തൊണ്ട് വരുന്നുണ്ടെങ്കിൽ ആ തൊണ്ടങ്ങ് നമുക്ക് കളയാൻ പറ്റും. ഒത്തിരി അങ്ങ് ചീമ്പി കളയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമ്മൾ ഈ അവിയലിനൊക്കെ നുറുക്കുമ്പോൾ എടുക്കുമല്ലോ, ജസ്റ്റ് ഒന്ന് അതിൻ്റെ തൊണ്ട് കളഞ്ഞെടുത്താൽ മതി. അതാ ഞാൻ കുറച്ച് കറിവേപ്പില ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇടയ്ക്ക് കറിവേപ്പിലേക്ക് ഇട്ട് കൊടുക്കുമ്പം നല്ല ടേസ്റ്റാണ്. പിന്നെന്താ, മീൻ ഫ്രൈ അല്ല എന്ന് ആരും പറയില്ല കേട്ടോ. ശരിക്കും മീൻ ഫ്രൈയുടെ ടേസ്റ്റ് തന്നെയാണ്. ഇതിൻ്റെ കൂടെ നല്ലൊരു മോര് കറിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഊണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതാ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഞാൻ ഓരോന്നും ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് മറിച്ചിടാനും എളുപ്പമാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മൾക്ക് ഒന്നൊന്നുമ്പോൾ തൊടാതെ തന്നെ കിട്ടിക്കോളും. നല്ലോണം ഫ്രൈ ആയിട്ടുമുണ്ട്. ഇനി നമ്മൾ അപ്പുറത്തെ സൈഡും ഇതുപോലെ തന്നെ നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുക. അത്രയേ ഉള്ളൂ. ഇതാ നമ്മുടെ മീനല്ലാത്ത മീൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് നമുക്കത് തയ്യാറാക്കി എടുക്കാം കേട്ടോ. എല്ലാവർക്കും നല്ല ഇഷ്ടമാവും, കുട്ടികൾക്ക് പ്രത്യേകിച്ച് നല്ല ഇഷ്ടമാവും. അപ്പോൾ ഒന്ന് തയ്യാറാക്കി നോക്കണേ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് ഇനിയും ഞാൻ വരാം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. താങ്ക് യു.